രക്ഷപ്പെടുത്തുന്ന നബിയേ, പ്രയാസഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന നബിയേ, ഫയഖൂമ ബിഅംരിഹിം, ആരാണോ നബിയോട് അപരാധികമായി ചെയ്യുന്നത് അവരുടെ അപരാധി നബി തങ്ങൾ പരിഗണിക്കുന്നു. വയതഹമ്മലു അൻഹും മകാരിഹഹും, ആരാണോ നബിയെ വിളിച്ച് ബന്ധപ്പെടുന്നത് അവരുടെ പ്രയാസങ്ങൾ ബഹാനായ നബി തങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് വയദ്ഫഉഹാ അൻഹും, അവർക്ക് ആ പ്രയാസങ്ങളെല്ലാം നബി തങ്ങൾ നീക്കിക്കൊടുക്കുന്നു. ഈ ആശയം ഈ മുജാഹിദിനെ വിശ്വസിക്കാൻ വയ്യ. മഹാനായ നബിതങ്ങളെ വിളിക്കാമെന്നും നബിതങ്ങൾ നമ്മുടെ അത്താണിയാണെന്നും നബിതങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുമെന്നും നബിതങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്നും അർത്ഥം വെച്ചുകൊണ്ട് നബിതങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ വഅന മൻ യൻശഖു അൻഹുൽ ഖബറു വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ, ഞാൻ നിങ്ങൾക്ക് ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്, ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ആദ്യം എനിക്കാണ്. ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ അവിടാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. അതുകൊണ്ട് ഖിയാമത്ത് നാളിലും അതിൽ നിന്ന് ഈ ലോകത്തും സഹായിക്കുമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. പ്രവാചക സ്നേഹത്തിന്റെ അനേക പ്രമേയങ്ങളും പ്രകീർത്തന മുന്നേറ്റങ്ങളുടെ ആഗോള വ്യാപനവും കണ്ണടച്ചിരുട്ടാക്കുന്ന മുജാഹിദ് കൊലക്കൊമ്പന്മാരിൽ മദ്ഹ് വിരോധത്തിന്റെ മതപ്പാടുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോളൂ നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല, ഖുർആൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാ മൗലവി പറഞ്ഞത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന എന്നതിന് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും സ്വലാത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ബുഖാരി തങ്ങൾ സ്വാത്വികനായ അബുൽ ആലിയ തങ്ങളിൽ നിന്ന് മദ്ഹ് പറയലും ഇതിന്റെ പരിധിയിൽ വരുമെന്ന് ആയത്ത് വിശദീകരിച്ച് വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമായ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ട ആദർശങ്ങളെ ഈ മൗലവിമാര് ചോദ്യം ചെയ്യുന്നു. നബി തങ്ങളെ പ്രകീർത്തിക്കുന്നത്, നബി തങ്ങളെ മദ്ഹ് പറയുന്നത് ഇവർക്ക് അരോചകമാണ്. നിങ്ങൾ ആലോചിക്കുക, ഡാനിഷ് പത്രം, ഡെൻമാർക്കിലെ പത്രം ഒരു കാലത്ത് നബി തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കാർട്ടൂൺ വരച്ചപ്പോ മസ്തിഷ്കം മരവിക്കാത്ത മുസൽമാന്റെ മനസ്സിൽ നിന്ന് ആശങ്കയോടുകൂടെ ആ സംഭവത്തെ കാണുകയും എല്ലാവരും പ്രതികരിക്കുകയും ചെയ്തപ്പോ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നതിന് MSM എതിരല്ല എന്ന് പറഞ്ഞ് മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ പേരില് ഇവിടെ പത്രകോളങ്ങളില് സ്റ്റേറ്റ്മെന്റ് വന്നുവെങ്കിൽ നബി തങ്ങളോടെന്ത് ആദരവാണ് ഇവർക്കുള്ളത്, നബി തങ്ങളോടെന്ത് ബഹുമാനമാണ് ഇവർക്കുള്ളത്. അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയല്, നബി തങ്ങളെ പ്രകീർത്തിക്കല് സഹാബത്തെ കിറാം ചെയ്തിരുന്നില്ലേ? ഖുർആൻ പൂർവികരായ പ്രവാചകന്മാരെ പറയാൻ പറഞ്ഞിട്ടില്ലേ? വകുല്ലൻ നഖുസ്സു അലൈക മിൻ നബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് എന്ന് പറഞ്ഞു സൂറത്ത് ഹൂദിന്റെ 120ാമത്തെ ആയത്തിലില്ലേ? അജ്അലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അതേ പിന്തലമുറക്കാർ തങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കണമെന്നും പ്രശംസിക്കണമെന്നും പൂർവികരായ പ്രവാചകന്മാര് ഉൽക്കടമായി അഭിലഷിച്ചത് ഖുർആനിലില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടാണ് മൗലവിമാര് വിമർശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തട്ടിപ്പ് വിരളി, ഇത് ലേറ്റസ്റ്റ് തട്ടിപ്പ് വിരളി. സുന്നിയെ പറ്റിക്കാൻ തൊപ്പി, അത് വേണ്ടേ വേണ്ട. മണ്ടിക്കോ വിരളി, മറയോട് രസല് വേണ്ട. വീശുന്ന കാറ്റ് തടുക്കാൻ പുതി മനസ്സിൽ വേണ്ട. കാശി തേടുന്ന വിരളി, അത് കളഞ്ഞിടല്ലേ തലപ്പേ. കാലം നിങ്ങളെ തള്ളി കളി നിർത്തി പോയി കൂടെ. വിരളി ബൈ വിരളി, വേഷം കെട്ട് മഹാ കഷ്ടം വിരളി ബൈ വിരളി, വേഷം കെട്ട് മഹാ കഷ്ടം വിരളി. തട്ടിപ്പ് വിരളി, ഇത് ലേറ്റസ്റ്റ് തട്ടിപ്പ് വിരളി. സുന്നിയെ പറ്റിക്കാൻ തൊപ്പി, അത് വേണ്ടേ വേണ്ട.
സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വിശ്വാസികൾ മദ്ഹുകൾ പാടിപ്പറയുവാൻ വേണ്ടി അതുവഴി ഇഹപര വിജയം കരസ്ഥമാക്കുന്നതിനായി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച മങ്കൂസ് മൗലിദിന്റെ പേരിനെ തന്നെ വഹാബി പാതിരി പരിഹസിക്കുകയാണ്. മങ്കൂസ് എന്ന് നിങ്ങൾ വിചാരിക്കും മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസാണ്, അല്ലാതെ അറബി വാക്കാം, ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം. വാസ്തവത്തിൽ അത് മങ്കൂസാണ്, ഖാഫിന് പകരം കേഫാണ്. കാരണം അതിന് ബിംബം തലകുത്തി വീണൊരു കഥ പറയുന്നുണ്ട്. റസൂല് ജനിച്ചു എന്നപ്പോ ബിംബങ്ങൾ ഒന്നായിട്ട് ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീണു എന്നാണ്. അപ്പൊ മക്കത്തുള്ള ബിംബം തലകുത്തി വീണപ്പോ ഒരു ബിംബാരാധകം പോയിട്ട് എണീപ്പിച്ചു നിർത്തി, നേരെ നിർത്തിയിട്ടും കാര്യമില്ല, കിടും പിന്നെയും വീഴും, പിന്നെയും നിർത്തും, കിടും. മങ്കൂസ് അപ്പൊ തലകുത്തി മറിഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് മങ്കൂസ് എന്ന് പേരിട്ട്. പക്ഷെ പേര് മോശാന്ന് ഏതൊരു ബിരുദന് തോന്നി, തലതിരിഞ്ഞ മൗലൂദ് നായിപ്പോകുമല്ലോ. അതുകൊണ്ട് നമ്മൾ കേബന്താണ് മാറ്റി ഒരു ചെറിയ കൈക്രിയ നടത്തിയിട്ട് ഖാഫാക്കി. അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമായതല്ല, ചുരുങ്ങിയ മൗലൂദാണ് എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസല്ല മങ്കൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. മനസ്സിലാക്കിക്കോളി. ജഹാലത്തിന്റെ തനി പകർപ്പാണ് ഇപ്പൊ പറഞ്ഞത്. മൻകൂസ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ക്യാഫ് മാറ്റിയിട്ട് ഖാഫാക്കി മങ്കൂസാക്കിയതാണ്. നമുക്കൊന്ന് നോക്കുക, അങ്ങനെ ഈ ആ അർത്ഥത്തിന് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം കിട്ടുമോ നോക്കുക. ഒന്ന് എഴുതി കൊടുത്താ കുട്ടിയെ, മങ്കൂസ് ഒന്ന് എഴുതി കൊടുത്തു. ഇയാൾ പറഞ്ഞത് ഇപ്പതാ മങ്കൂസ് എന്നായിരുന്നു, കാഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പുള്ളിയില്ലാത്ത കാഫ്, മങ്കൂസ്. അപ്പൊ ഏതോ ഒരു വളമ മനസ്സിലാക്കി ഇങ്ങനെ എഴുതിയാൽ ഇപ്പൊ തലതിരിഞ്ഞ മൗലൂദ് വരുമല്ലോ, അതുകൊണ്ട് കാഫ് മാറ്റിയിട്ട് കാഫാക്കുക തീരുമാനിച്ചു. അങ്ങനെ ഒരാൾ കാഫ് ഇട്ടെടുത്തു. ഇത് കാഫ് ഇട്ടെടുത്ത അവിടെ ക്യാഫ് പോയിട്ട് മറ്റേ അതാ മങ്കൂസ്. അങ്ങനെയാണ് ഇത് മങ്കൂസായത്. ഓന്റെ പടുജായിലെ ഇങ്ങനായ മങ്കൂസ് ചുരുക്കപ്പെട്ട ഇത് കിട്ടൂല, സീന് പോയി സ്വാദും കൂടി ആവണം. എന്ത് ജാഹിലത്! അതാ ഞാൻ പറഞ്ഞത്, കേജ് കുട്ടികളെ വിവരം പോലും ഇല്ല. സഹോദരന്മാരെ, ശരിയായ പേരങ്ങനെയല്ല. ഒന്ന് എഴുതി കൊടുത്ത മങ്കൂസ് എന്നല്ല, സീനല്ല, സ്വാദാണ് ശരിയായ പേര്, മൻകൂസ് എന്നാണ്. അതുപോലും ഈ ജാഹിലിന് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു കൊടുത്തിട്ട് ഇവരാ ഖുർആനും സുന്നത്തിനും എതിരിൽ തിരിയുന്നത്. സഹോദരന്മാരെ, ഈ വസ്തുത മനസ്സിലാക്കണം. അവിടെയുള്ള കാഫ് ഉണ്ടല്ലോ, ആ നീളം കാഫ്, അത് പോയിട്ട് പുള്ളിയുള്ള കാഫ്, അങ്ങനെ അവസാനം സ്വാദ് കണ്ടോ. ഈ സ്വാദ് ഇങ്ങനെ വരുമ്പോഴാണ് അത് മങ്കൂസ്. അതാ നമ്മളെ മൗലിദിന്റെ പേര്. ഒരു സലഫി കുട്ടൻ ഒരുക്കിയെടുത്തൊരു നുണകളുമായി പുതുമായില്ലാത്തൊരു നാടൻ തരികിട ചപ്പടികൾ പല പണി പുതുതായി ചേർത്തൊരു CD ക്ലിപ്പുകൾ കയ്യിലുമായി പുറപ്പെട്ടൊരു സലഫി കുട്ടൻ പെരുക്കിയെടുത്തൊരു നുണകളുമായി പുതുമായില്ലാത്തൊരു നാടൻ തരികിട ചപ്പടികൾ പല പണി പുതുതായി ചേർത്തൊരു CD ക്ലിപ്പുകൾ കയ്യിലുമായി. വിശുദ്ധ ഖുർആൻ വ്യക്തമായി നിർദ്ദേശിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനെ വഹാബി മൗലവി കൂത്തായി ചിത്രീകരിക്കുകയാണ്. ഇബാദത്ത് എങ്ങനെയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പാനോട് പാട്ടുപാടിയാൽ 10 റുപ്യ ചോദിച്ചിട്ട് പാട്ടുപാടിയാൽ ഒരൊറ്റ അടി തരൂലേ? ഇല്ലേ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന